നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ പനാമയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുന്നു. ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗാമുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത്. ഈ ഗോളോടുകൂടി ഹാരി കെയ്ൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി വേൾഡ് കപ്പുകളിൽ ഏറ്റവും അധികം ഗോളടിക്കുന്ന താരമെന്ന റെക്കോർഡ് സാക്ഷാൽ ഗാരി ലിനേക്കറിൽ നിന്ന് അദ്ദേഹം സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിച്ചിരിക്കുന്നു. ഹാരി കെയ്ന് 11 ഗോളുകളായിരിക്കുന്നു വേൾഡ് കപ്പിൽ. കൂടാതെ ഒരു ഇംഗ്ലീഷ് താരം വേൾഡ് കപ്പുകളിൽ 3 ഹെഡർ ഗോളുകൾ നേടുക എന്നുള്ള നേട്ടത്തിലേക്കും അദ്ദേഹം എത്തുന്നു. വിവിധ വേൾഡ് കപ്പുകളിലായിട്ട് അദ്ദേഹം 11 ഗോളുകൾ, 3+ ഹെഡർ ഗോളുകൾ, അങ്ങനെ ചരിത്രം കുറിച്ച മത്സരമാണ്. ആ കളിയിലാണ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ചിരിക്കുന്നത്. ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഒരു പ്രകടനം എടുത്തു പറഞ്ഞാൽ 5 മിനിറ്റിനുള്ളിൽ ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം മിന്നിക്കത്തി. അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരം ഹാരി കെയ്ൻ, ഒപ്പം സാക്ക, റോജേഴ്സ്, റാഷ്ഫോർഡ് എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരുന്നു. കളിയുടെ 62-ാമത്തെ മിനിറ്റിലാണ് ബെല്ലിംഗാമിൻ്റെ ഗോൾ പിറക്കുന്നത്. പിന്നാലെ ഹാരി കെയ്ൻ്റെ ഗോൾ കൂടി വന്നതോടെ മത്സരം അവർ വിജയിച്ച് കയറുകയായിരുന്നു. അതേസമയം ഈ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ 2-1 ഘാനയെ പരാജയപ്പെടുത്തി. മിന്നും പ്രകടനമാണ് ക്രൊയേഷ്യയ്ക്ക് വേണ്ടി സൂപ്പർ താരം ലുക്ക മോഡ്രിച്ച് കാഴ്ചവെച്ചത്. അദ്ദേഹം അസിസ്റ്റ് നൽകി. അതോടുകൂടി വേൾഡ് കപ്പിൽ അസിസ്റ്റ് നൽകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം പോയി. 2-1 വിജയത്തിൽ അവർക്ക് വേണ്ടി സൂസിച്ചും വ്ലാസിച്ചുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ലക്കാസനാണ് ഘാനയുടെ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2-1 വിജയം ക്രൊയേഷ്യ നേടുമ്പോൾ ഗ്രൂപ്പിൽ 2ാമതായിട്ട് അവർ മുന്നോട്ട് കയറുന്നു. 4 പോയിൻ്റുള്ള ഘാനയും ഇപ്പോൾ മുന്നോട്ട് കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ലൂക്ക മോഡ്രിച്ചിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. ലൂക്ക മോഡ്രിച്ച് ഇപ്പോൾ 40 വയസ്സ് കടന്നിരിക്കുന്നു. അദ്ദേഹം 40 വയസ്സും 291 ദിവസവും പ്രായമുള്ളപ്പോഴാണ് വേൾഡ് കപ്പിൽ അസിസ്റ്റ് കൊടുത്തുകൊണ്ട് പുത്തൻ ചരിത്രം രചിച്ചിരിക്കുന്നത്. ഈ കളിയിലുടനീളം മികച്ച പ്രകടനം നടത്തി. 102 ടച്ചുകൾ, 87 പാസുകൾ. കളിയിൽ ഏറ്റവും അധികം ടച്ചുകൾ അദ്ദേഹമാണ്, ഏറ്റവും അധികം പാസുകൾ അദ്ദേഹമാണ്, ഏറ്റവും അധികം പാസ് കംപ്ലീറ്റ് ചെയ്തത് അദ്ദേഹമാണ്, 82. മോസ്റ്റ് ആക്യുറേറ്റ് ക്രോസസ് അദ്ദേഹമാണ് 4. മോസ്റ്റ് ചാൻസസ് ക്രിയേറ്റഡ് അദ്ദേഹമാണ് 4. മോസ്റ്റ് ബ്ലോക്സ് അദ്ദേഹമാണ് 2. പിന്നെ ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കി. സോ 40 വയസ്സും 291 ദിവസവും ഏജ് വെറും നമ്പറാണെന്ന് തെളിയിച്ചുകൊണ്ട് ലുക്ക മോഡ്രിച്ചിൻ്റെ സംഘമിത റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.